ഹലോ നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ അമൃത്സറിലാണ്. ഞങ്ങളുടെ 6ാമത്തെ ദിവസം യാത്ര ആരംഭിക്കുകയാണ്. അമൃത്സറിൽ ഞങ്ങളിവിടെ നിന്ന് താമസിച്ചു. ഇനി അമൃത്സറിൽ നിന്ന് ഞാൻ 2 കൂട്ടുകാരെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഫ്ലൈറ്റ് വഴി അമൃത്സറിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇനി ഞങ്ങൾ 4 പേര് ചേർന്നിട്ടാണ് ഇനി ലേ ലഡാക്കിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാർ കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ നമുക്ക് സ്വാഗതം ചെയ്യാം. അവർ കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് അമൃത്സർ, അങ്ങനെ ദീർഘമായ ഒരു യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 4 പേര് ചേർന്ന് ശ്രീനഗർ, ലേ ലഡാക്ക്, മണാലി വഴി നമ്മൾ എത്തിച്ചേരും. നമ്മൾ അമൃത്സറിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ഇപ്പോൾ ജമ്മുവിലേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ പത്താൻകോട്ട് ഞങ്ങൾ പിന്നിടുകയാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന സ്ഥലമാണ് പത്താൻകോട്ട്. അപ്പോൾ പത്താൻകോട്ട് വഴി ഇനി ജമ്മുവിലേക്ക് പ്രവേശിക്കുകയാണ്. പഞ്ചാബ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി യൂണിയൻ ടെറിട്ടറീസായ ജമ്മു, ശ്രീനഗർ, ലേ ലഡാക്ക് ആ റീജിയനിലേക്ക് പ്രവേശിക്കുകയാണ്. ദൂരെ ഹിമാലയൻ പർവ്വതനിരകൾ കാണാൻ പറ്റും. മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങൾ, മഞ്ഞിൻ്റെ വെളുത്ത കൂട്ടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇനി പോകുന്തോറും മഞ്ഞുമലകളിലേക്കാണ് ഇനി പോകുന്നത്. നമ്മളിപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ഏരിയയിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ ടോളാണ്. നമ്മൾ പ്രവേശിച്ചു. ഫോണുകളൊക്കെ ഏതാണ്ട് ഇവിടെ അവസാനിച്ചു. സിമ്മുകളൊക്കെ കട്ടായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പുതിയ സിം എടുത്താലാണ് നമുക്ക് റൂട്ടുകളൊക്കെ ക്ലിയർ ആവുള്ളൂ. ദബ ഫൽവാൻ പഞ്ചാബി. ദഹി വന്നിട്ടുണ്ട് ഒരു പ്ലേറ്റ്. ദഹിമ തുടങ്ങണം നമ്മൾ. ദഹി വന്നിട്ടുണ്ട് ഒരു പ്ലേറ്റ്. ദഹിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് സ്പെഷ്യൽ പഞ്ചാബി ദാൽ മഖനി നമുക്ക് പത്താൻകോട്ടാണ്. പത്താൻകോട്ട് വിട്ടും നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് നമ്മൾ പോകുന്ന വഴിയിലാണ്. ഒരു പഞ്ചാബി ദാബയിലാണ് സ്പെഷ്യൽ ദാൽ മഖനി ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ആലു പൊറോട്ടയാണ് നിർത്തണം. വേറെ ആലു പൊറോട്ട ഓരോ പീസ് ഉണ്ട്. അടിച്ചു നോക്കിയിട്ട് പറയാം. പത്താൻകോട്ടിൽ നിന്നും പഹൽഗാം കാണാൻ പോവാണ്. ഈ റൂട്ട് പെട്ടെന്ന് തന്നെ സ്ഥലം ടെറൈൻ മാറി. കുന്നുകളും മലകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ മല കയറി ഇറങ്ങിയിട്ട് വേണം അപ്പുറം കിടക്കാനായിട്ട്. മലയുടെ മുകളിലൂടെയാണ് റോഡുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹെയർ പിൻ വളവുകളൊന്നും അധികം കാണുന്നില്ലെങ്കിലും അത്യാവശ്യം
മല കയറി തന്നെ വേണം. ഏതാണ്ട് ഇവിടുന്ന് 5-6 മണിക്കൂർ യാത്രയുണ്ട്. 218 കിലോമീറ്ററുള്ളൂ, പക്ഷേ 6 മണിക്കൂർ യാത്ര കാണിക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം 11:22 ഉച്ച കഴിഞ്ഞ് ഒരു 5:20 ആകുമ്പോഴേക്കും എത്തും. ഇങ്ങനെയാണ്. പഹൽഗാമിൽ റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. അത് 6 മണി വരെയാണ്. അത് ഓപ്പൺ ആണോ എന്നറിയില്ല, സമയത്തിന് എത്തുമെന്നും അറിയില്ല. അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ ഇന്ന് റാഫ്റ്റിംഗ് നടത്തി ഇന്നവിടെ തങ്ങാൻ പറ്റും. മലനിരകൾ, ഇത് ജമ്മുവിൻ്റെ പരിസരമാണ്, ജമ്മു പ്രദേശമാണത്. ജമ്മുവിൽ നിന്ന് തിരിഞ്ഞ് പഹൽഗാമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം ഏതാണ്ട് 3:45. ഇപ്പോൾ ജമ്മുവിനും ശ്രീനഗറിനും ഇടയിലുള്ള ബനിഹാൾ എന്ന ഒരു വില്ലേജിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതാണ്ട് 2 മണിക്കൂർ കൂടി യാത്രയുണ്ട് ഞങ്ങൾക്ക് പഹൽഗാം എത്താനായിട്ട്. ഇവിടെ തണുപ്പ് 23 ഡിഗ്രി ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ 40 നിന്നാണ് കയറിയത്, 36 ഇപ്പോൾ അവസാനം ഇപ്പോൾ 23 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ട്.
ഞങ്ങളിപ്പോൾ ഉള്ളത് അനന്തനാഗ്, കാശ്മീരിലെ ശ്രീനഗർ അടുത്തുള്ള അനന്തനാഗ് എന്ന സ്ഥലത്താണ്. ഇങ്ങനെ പൂപ്പാടങ്ങളാണ്. ഇതെന്താ ചെടിയെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും ഏക്കർ കണക്കിന് ഇങ്ങനെ മഞ്ഞപ്പൂക്കൾ കൊണ്ട് മനോഹരമാണ് കാശ്മീർ. ഞങ്ങളിവിടെ ഒരു സ്ഥലത്ത് ഭക്ഷണത്തിന് ഇരിക്കുകയാണ്. കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നൂഡിൽസൊക്കെ ഉണ്ടാക്കി. ഞങ്ങളിവിടെ +19 തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്, ചെറിയ മഴച്ചാറലുണ്ട്. ഞങ്ങൾ നല്ല നൂഡിൽസ് അടിക്കുകയാണ്. വേണ്ട, ഓക്കെ, ഓഫ് ചെയ്യാം. നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഫുഡിങ് ആരംഭിച്ചു. നമ്മുടെ ഫിനോഷ് ആൻഡോ ഡെമി നിൽക്കണം. എനിക്ക് കുടച്ചൂടി നിൽക്കണം മഴ പെയ്യുമ്പോൾ. നല്ല അടിപൊളി സെറ്റപ്പാണ് ഇത്. നല്ലൊരു സ്ഥലം കിട്ടി ഞങ്ങൾക്ക്. നൂഡിൽസ് സൂപ്പർ ആണെന്ന് പറഞ്ഞ കിറ്റിക്ക. നൂഡിൽസ് എങ്ങനെ ഉണ്ടായിരുന്നു? നൂഡിൽസ് എങ്ങനെയുണ്ട്? നൂഡിൽസ് എങ്ങനെയുണ്ട്? നൂഡിൽസ് എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടാമത്തേത് കുക്ക് ചെയ്യണത് ഡെമിനാണ്. ഡെമിൻ പണ്ട് മുതലേ നല്ലൊരു ഷെഫാണ്. പരിപ്പ് കറി, മുട്ട പൊരിക്കല്, മീൻ വറുക്കല്, ബിരിയാണി, അതൊക്കെ ഡെമിൻ നല്ല ഗംഭീരമായിട്ട് കുക്ക് ചെയ്യാറുണ്ട്. റോമിൽ വന്നപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ചെന്ന് ഞങ്ങൾക്ക് അവൻ ഭക്ഷണം ചോറും മുതിരക്കറി ഉണ്ടാക്കി തന്നു. നിങ്ങൾ വിചാരിക്കും മുതിരക്കറിയാണ് ഉണ്ടാക്കിയതെന്ന്. പക്ഷെ മുതിരക്കറി എന്ന് പറഞ്ഞാൽ അവിടെ ചോറ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറേ നാൾ കാത്തിരുന്നിട്ടാണ് ചോറ് കിട്ടിയത്. അപ്പോൾ ചോറും നമ്മുടെ നാടൻ മുതിരക്കറിയും കൂട്ടി ചോറുണ്ടത് ഇന്നും മറക്കില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും ഡെമിനൊരു പ്രത്യേക കൈപ്പുണ്യമുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കണേ. ഇളക്കണേൽ തന്നെ ഒരു സ്റ്റൈൽ ഉണ്ടാവില്ല. ഇളക്കല്ലേ എന്ന് പറയുന്നത് ഡെമിനെ നോക്കിയിട്ടാണ്. ഇളക്കല്ലേ എന്ന്. ആൻഡോ കണ്ടു കഴിഞ്ഞാൽ ആൾ കാണുമ്പോൾ ഒരു ഷെഫിൻ്റെ ലുക്ക് ഉണ്ടെങ്കിലും പക്ഷേ ഭക്ഷണം കഴിക്കലുള്ള ആള്, കുക്ക് ചെയ്തില്ല. കീറ്റിക്ക ഫിനോഷ് ഭക്ഷണം കഴിക്കാൻ, പാത്രം കഴുകാൻ ഉസ്താദാണ് ആള്. പാത്രം കഴുകി കഴിഞ്ഞാൽ പിന്നെ ആരും അതിന് ഒപ്പം നിൽക്കില്ല. അതുപോലെ ഗംഭീരമായിട്ടാണ് പാത്രം കഴുകാനുള്ളത്. പിന്നെ ആള് ഭക്ഷണം കഴിക്കുന്നതിൽ ആള് മോശമില്ല. അപ്പോൾ ഞങ്ങളുടെ കുക്കിംഗ് വിജയകരമായി. ഞങ്ങൾ കാശ്മീരിൽ ഒരു കടുക് തോട്ടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ നിന്നിട്ടാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഇവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര വളരെയധികം നമ്മളെ സഹായിച്ചു, സപ്പോർട്ട് ചെയ്തു. അവരിവിടെ കുക്ക് ചെയ്തോളം പറഞ്ഞു, വെള്ളം തന്നു. നല്ല രസകരമായിട്ട് ഞങ്ങൾ കുക്ക് ചെയ്യാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കാശ്മീരിൽ ആപ്പിൾ മരത്തോട്ടങ്ങളിലൂടെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ആപ്പിൾ മരത്തോട്ടം. ആയിരക്കണക്കിന് മരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. വെള്ളപ്പൂക്കൾ, ആപ്പിൾ മരങ്ങളുടെ പഴങ്ങളുണ്ടായി തുടങ്ങണുള്ളൂ. ഇപ്പോൾ സ്പ്രിങ് ആരംഭിച്ച കാരണം ഒക്കെ പൂത്തുലഞ്ഞ് കാണാം.
ആപ്പിൾ ജ്യൂസ്, ഒറിജിനൽ ആപ്പിൾ ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ. ആപ്പിൾ ഇട്ടിട്ട് മാനുവലായിട്ട് ജ്യൂസ് അടിക്കുകയാണ് ഇവിടെ ചേട്ടായി. ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചു. ആപ്പിൾ തോട്ടത്തിൽ നിന്ന് ആപ്പിൾ ജ്യൂസ്. ആപ്പിളിൻ്റെ ജാമുകളൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്, സ്ക്വാഷുകൾ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പഹ്ലഗാമിലെത്തി. ഇപ്പോൾ സമയം ഏതാണ്ട് 7:30-8 മണിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല മഴയുണ്ട്, തണുപ്പുണ്ട്. റിവർ റാഫ്റ്റിംഗ് എന്തായാലും ഇപ്പോൾ നടക്കില്ല, മെയ് ലാസ്റ്റോടുകൂടി ആരംഭിക്കുള്ളൂ. ഞങ്ങളിനി എത്രയും പെട്ടെന്ന് ഒരു റൂം എടുക്കുക, ഭക്ഷണം കഴിക്കുക, റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. രാവിലെ മുതലുള്ള യാത്രയും പെട്ടെന്നുള്ള തണുപ്പും മഴയൊക്കെ ആയിട്ട് എല്ലാവരും അല്പം ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റിസോർട്ടിൻ്റെ കോൺടാക്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഒരു റീസണബിൾ റേറ്റിന് താമസിക്കാനുള്ള സ്ഥലമാണ്. അവർ ഭക്ഷണമൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നു. क्या क्या है ये? क्या है? ये सब्जी कश्मीरी सब्जी कश्मीरी कहवा के या ये राइस है कश्मीरी राइस also chicken ओ चिकन है कश्मीरी चिकन कश्मीरी राइस and roti. कश्मीरी रोटी Yes. और हम कश्मीरी में कश्मीरी पीपल कश्मीरी लॉग. ये खोलो 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 पुल खोलो आपको भान खोलो खोलो പവർ से खोलो. എന്തായാലും അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. നല്ല ഹോംലി ഫുഡാണ് ഉണ്ടാക്കിയത്. അപ്പം അതൊക്കെ വെച്ച് എന്തായാലും ഇന്നത്തെ വിശപ്പടക്കി നല്ല തണുപ്പില് സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ദിവസം അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്. You